നോട്ടുമാറ്റം ഞങ്ങളെയൊന്നും ബാധിച്ചിട്ടില്ല എന്ന് ഇത്രയും നാളും പറഞ്ഞു നടന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പെട്ടിരിക്കുന്നു. ഈ കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മാസം പിറന്നതോടെ ജീവനക്കാരൊക്കെ ജീവൻ പോകാറായ അവസ്ഥയിലാണ്, വരിയായി നിന്ന്. ഇതിനിടയിൽ കേരള മണിമന്ത്രിയും നെട്ടോട്ടത്തിലാണ്. ഡൽഹിയിൽ പോയി നോക്കിയിട്ടും രക്ഷയില്ല എന്ന് കണ്ടതോടെ പണം സ്വരൂപിക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കലയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ഈ ഏകാധിപത്യം തുടരുകയായി, ജനകോടികൾ ഇതിനാൽ ഉരുകുകയായി. കള്ളപ്പണത്തെ നുള്ളിടാ ഓതിയൊരുക്കിയ തന്ത്രമിതാ. എളിയ പേടിച്ചില്ലമതോ ചുട്ടതുപോലെ ധരിച്ചടിയാം. വിപണികളൊക്കെ തകരുകയായി, പല പല കോടികൾ ഇതുവഴി നശിക്കണം. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കലയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ബിവറേജ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ദിവസവും നല്ല നോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിപ്പോൾ വേറെ സ്വകാര്യ ബാങ്കിലിടണ്ട, സഹകരണ ബാങ്കിലിടുന്നത് നന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. ഈ ചെയ്തി കണ്ടു മനന്നൊന്ന് രണ്ടു വാക്കും മിണ്ടിപ്പോയാൽ സംഖ്യകൾ അന്നൊത്തു ചേർന്നു വരവായി. പിന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റി രാജ്യസ്നേഹം സംഖ്യയുടെ പുസ്തകയാണെന്ന് ചൊല്ലി നടപ്പാ. സഹകരണ പ്രസ്ഥാനത്തെയും പൂട്ടിക്കാനൊരു ലോക്ക്. ഇത് പാവപ്പെട്ടവൻ ആശ്രയമേകും വഴികളടക്കം ലോക്ക്. കള്ളപ്പണത്തിൻ പേർ ചൊല്ലി ഈ പട്ടിണിക്കാരെ മൂറ്റണ്ട. ബാങ്ക് അക്കൗണ്ടിലെ ബിരുദന്മാർ അവർ വിലസന കാഴ്ചകൾ കണ്ടില്ല. അവരെ കൂട്ടുവാനായി മുട്ടിടിക്കോ മന്ത്രിജി. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചിൽ തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കലയണ നോട്ട്. ഈ ഭാരത മണ്ണും നിശ്ചലമാ, ഒരു പട്ടിണി എങ്ങും പടരുകയായി. ഈ ഏകാധിപത്യം തുടരുകയായി, ജനകോടികൾ ഇതിനാൽ ഉരുകുകയായി. കള്ളപ്പണത്തെ നുള്ളിടാ ഓതിയൊരുക്കിയ തന്ത്രമിതാ. എളിയ പേടിച്ചില്ലമതോ ചുട്ടതുപോലെ ധരിച്ചടിയാം. വിപണികളൊക്കെ തകരുകയായി. അതിനിടയിൽ ആനവണ്ടിയിൽ പോകുന്നവരുടെ അവസ്ഥയും അതിദയനീയമാണ്. പണിയെടുത്തതിൻ്റെ പണം അടുത്ത ആഴ്ച എങ്ങാനും കിട്ടും പോലും. അങ്ങനെ ചികഞ്ഞ് പരിശോധിച്ചാൽ എല്ലാ ജീവനക്കാരുടെയും കാര്യം കട്ടപ്പോകയാണ്. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഓടാൻ ഒരൈസക്കേ ഉള്ളൂ. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിനെ എവിടെയും കാണുന്നില്ലല്ലോ എന്നതാണ് ചോദ്യം. ട്രഷറികളിലെല്ലാം പൂച്ച പ്രസവിച്ച് കിടക്കുന്ന കാലത്ത് ഇന്നും അങ്ങയെ വെളിച്ചത്ത് കണ്ടില്ലല്ലോ മോദി രാജാവ് എന്ന് ആകുലതപ്പെട്ടുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. സിനിമാ പ്രവർത്തകർക്കിടയിൽ വീണ്ടും താരമായി ഉർവശി. ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. ഇത് പ്രിയങ്ക. ഇവൾക്ക് വലിയ ചീത്തപ്പേരാണ്. തനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് ഉർവശിയുടെ തുറന്നു പറച്ചിൽ. വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ കണ്ടുപിടിച്ചു. അവരൊക്കെ എല്ലാവർക്കും ഏറ്റവും ഒടുവിൽ മനസ്സിലായ വലിയൊരു സത്യം, ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്. എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഉർവശിയുടെ പ്രസംഗമാണ്. ഉർവശിക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നന്നായി പ്രസംഗിക്കാൻ. നല്ല ഭാഷ പഠിച്ച് എല്ലാവരും അതിൽ ആശയവിനിമയം നടത്തണമെന്നും അഭ്യർത്ഥന. ആത്യന്തികമായിട്ട് കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, സ്നേഹം, മനുഷ്യന് പരസ്പരമുള്ള ഭാഷ. അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേകം പരിപാടികൾ ഒരുക്കി പ്രയാർ. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. അയ്യപ്പ ചരിത്രത്തിൽ പ്രയാർ സാഗരം നീന്തി തുടിച്ചു.
ശൈവ സങ്കേതമേ വൈഷ്ണവാചാരമേ സച്ചിദാനന്ദമേ ദൈവമേ. നോട്ടൊരു കുരിശ് കഥന തുടരുന്നു. നോട്ട് ഇന്ന് ഗതികേടിൽ വളഞ്ഞിട്ട് അലച്ചില് തുടരണ നോട്ട്. ഈ നോട്ട് ഇന്ന് മുരിയേരിക്കായി ജനം തക്കുവട്ട കലയണ നോട്ട്. നോട്ടിനായി നാട് മൊത്തം ഓടി മണിമന്ത്രി ഐസക്. സ്വകാര്യ ബാങ്കിലിടണ്ട, സഹകരണ ബാങ്കിലിടുന്നത് നന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ സത്യം വിശ്വസിക്കാതെ ചെങ്ങാതിയും തോൽപ്പിച്ചു. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.